മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് വരുന്നു. സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും പറഞ്ഞ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. സ്ത്രീധനം നൽകിയത് കുറവാണെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നുവെന്നും കുടുംബത്തിന്റെ ആരോപണമുണ്ട്. ഭർത്താവ് പ്രബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 എക്സ്ക്ലൂസീവ്. മരിച്ച വിഷ്ണുജയുടെ ഭർത്താവ് എളങ്കൂർ സ്വദേശി പ്രഭിനെയാണ് മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജയെ ഭർത്താവ് പ്രഭിന്റെ എളങ്കൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെയാണ് യുവതിയുടെ കുടുംബം ആരോപണവുമായി രംഗത്ത് വരുന്നത്. സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ പ്രബിൻ ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞും ഉപദ്രവിച്ചു. വിഷ്ണുജയ്ക്ക് ജോലിയില്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും പിതാവ് വാസുദേവൻ 24-നോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ചെറിയ ചെറിയ പീഡനങ്ങൾ. അവൾക്ക് സൗന്ദര്യമില്ല, പിന്നെ അതേമാതിരി അവൾ ആരോഗ്യമില്ല, പിന്നെ അവൾക്ക് ജോലിയില്ല. അതാണ് മെയിൻ പ്രശ്നം. വിഷ്ണുജ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു. മെൻ്റലി ആയാലും ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. ഭംഗി കുറവാണ്, പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം 10-25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. 2023 മെയ് 14-നാണ് പ്രഭിനും വിഷ്ണുജയും തമ്മിലുള്ള വിവാഹം നടന്നത്. 24 മലപ്പുറം.